ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഫസ്റ്റ് തന്നെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കണേ. അങ്ങനെയുണ്ടല്ലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രോക്കോളിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയില്ലേ, ഹൈ പ്രോട്ടീൻ ഏറെ ഉള്ളൊരു ബ്രോക്കോളിൻ്റെ ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിതാ കുറച്ച് ബ്രോക്കോളി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ടൈം. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ വേണ്ടത് മഷ്റൂം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മഷ്റൂം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ബ്രോക്കോളി ആയിരിക്കും ലഞ്ച് ടൈമിന് ഉണ്ടാക്കൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഒരു ബ്രോക്കോളി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ പല ടൈപ്പ് ബ്രോക്കോളി ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഉണ്ടാക്കൽ ഓരോ ദിവസം ഓരോരോ രീതിക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി ഉണ്ടാവില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട അതാട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അങ്ങനെ ഇതാ ബ്രോക്കോളി എപ്പോൾ ലഞ്ച് ടൈമിനെല്ലാം ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു യൂസ്ഫുള്ളാവും. അങ്ങനെ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ സവാള എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചും ചെറുതായിട്ട് കട്ട് ചെയ്ത്. പിന്നെ ഇതാ ഒരു പാന് അടുപ്പത്തോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയിനെ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ പീസ് ചിക്കന് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എപ്പോൾ ഞാൻ വീഡിയോ എടുക്കലില്ലല്ലോ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മിസ്സായി പോയിന്. അങ്ങനെയല്ലോ ചിക്കൻ കട്ട് ചെയ്ത് വെക്കാൻ. അങ്ങനെ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ബട്ടർ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ കൈക്ക് വെച്ച ചിക്കന് നമ്മൾ അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുക്കിംഗ് ടൈം കുറച്ച് അധികം എടുത്തിട്ട് കുക്ക് ചെയ്യണം. കാരണം എന്താണെന്നറിയോ, ചിക്കന് നന്നായിട്ട് വെന്തിട്ട് വരണം കേട്ടോ. അങ്ങനെ ഇതാ നന്നായിട്ട് ഇതാ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിലോട്ടേക്ക്. പിന്നെ ഇതാ സവാള ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. കാരണം നന്നായിട്ട് ചിക്കനെല്ലാം വെന്ത് വന്നിട്ട് അങ്ങനെയല്ലോ ഉണ്ടാക്കണം കേട്ടോ. ഇത് നല്ല നല്ല ടേസ്റ്റ് തോന്നിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇതാ മഷ്റൂം കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇതിൻ്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇതെല്ലോ നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം ഞാൻ ഉണ്ടല്ലോ ഈ ബ്രോക്കോളി ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതും കുറച്ച് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അങ്ങനെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ബ്രോക്കോളിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് സോയ